വെൽക്കം ടു ഫുഡ് ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആംബിയൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. പെരുമ്പളം പാലം. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട പാലത്തിന്? ആ നടുക്കുള്ള റെയിൻബോ പോലത്തെ സംഭവം അടിപൊളി പാലമാണിത്. സൂപ്പർ പാലമാണിത്. എങ്ങനെയുണ്ട് പാലം കണ്ടിട്ട്? പാലം സൂപ്പർ അടിപൊളി. ഒത്തിരി സന്തോഷമായി. ഇവിടെ ഞങ്ങള് കുറച്ച് ഒരു 6 കിലോമീറ്റർ തെക്കോട്ട് മാറിയിട്ട് പൂച്ചാക്കൽ എന്ന് പറയും. പാലം കാണാൻ വേണ്ടി വന്നതാണ്. പാലം കാണാൻ വേണ്ടി മാത്രം നോമ്പുമായിട്ട് വന്നതാ. നാളെ തിരക്കായിരിക്കുമല്ലോ, മറ്റന്നാൾ തിരക്കാവുന്നതുകൊണ്ട് ഇന്ന് വന്നതാ. ഇപ്പൊ തന്നെ തിരക്കാകും. അതെ നല്ല തിരക്കാവും. സന്തോഷമായി. ഒരുപാട് കാലത്തെ സ്വപ്നമാണിത്. എന്താ പറയാനുള്ള? അതൊക്കെ തന്നെ പെരുമ്പളംകാരുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ പൂച്ചാക്കിൽ നിന്നും പാലം കാണാൻ വേണ്ടി വന്നതാണ്. തൃപ്തിയായി. ഒരുപാട് കാലത്തെ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലം അനുഭവിക്കുകയാണ് ഉള്ള സമയമാണ്. അപ്പം വളരെ വർഷമായി ആവശ്യമാണ്, അവർ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ദ്വീപ് നിവാസികളുടെ ഒരു ചിരകാല സ്വപ്ന സാക്ഷാത്കാരമായി അതിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. ആൾ കുറവാണെങ്കിലും ഇപ്പോൾ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലേ അവർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. എറണാകുളത്തോ ചേർത്തലയ്ക്കോ കൊണ്ടുപോകാൻ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര. പിന്നെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അധിക കാലം എടുത്തില്ലല്ലോ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും പിണറായി സർക്കാരിന് അഭിനന്ദനങ്ങൾ. ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് നാം ഈ കാണുന്നത് പെരുമ്പളം പാലം. വേമ്പനാട്ട് കായലിന് കുറുകെ ഏറ്റവും നീളം കൂടിയ പാലം. ഏകദേശം 1 കിലോമീറ്ററും കുറച്ച് 100 മീറ്ററും കൂടി ഉണ്ട് ഈ പാലത്തിൻ്റെ നീളം. ഈ പാലം വന്നതോടുകൂടി ഒരുപാട് യാത്രാക്ലേശങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കാരണം അവർ രാവിലെ പോയി വൈകുന്നേരം വന്നതെല്ലാം ഈ സർക്കാർ ബോട്ടിനെയും ജങ്കാറിനെയും അതുപോലെ വള്ളം ഒക്കെ ആശ്രയിച്ചിട്ടാണ് അവർ പോയി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നവർക്ക് പാലം വന്നിരിക്കുകയാണ്. 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് പെരുമ്പളം. ആ പെരുമ്പളത്തേക്കൊരു പാലം എന്നുള്ളത് അവരുടെ ഒരു 10-35 വർഷത്തെ ആവശ്യമാണ്. അരുക്കുറ്റി പഞ്ചായത്തും പെരുമ്പളം പഞ്ചായത്തും തമ്മിൽ യോജിക്കുന്ന ഈ പാലം മൂലം ഇവിടുത്തെ ടൂറിസത്തിന് നല്ലൊരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഈ യാത്രാക്ലേശം മൂലം പലരുടെയും വിവാഹം പോലും മുടങ്ങിപ്പോയിട്ടുണ്ട്. പലരുടെയും പ്രണയങ്ങൾ പോലും പൂവണിയാതെ പോയിട്ടുണ്ട്. അതൊക്കെ ഇനി പൂവണിയും. ഇപ്പോൾ പെരുമ്പളത്തുകാർ പറയുന്ന പോലെ അവർക്കൊരു ധൈര്യമായി. കാരണം പാലം വന്നു. അവർക്ക് ഇനി എന്തിനും പുറത്തേക്ക് പോകാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. ഈ വരുന്ന മാർച്ച് 7-ാം തീയതിയാണ് ഉദ്ഘാടനം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എങ്ങനെയുണ്ട് പാലം കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. നടക്കാൻ ഇറങ്ങിയാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. പാലം നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. നല്ലൊരു അനുഭവം. അങ്ങനെ നമ്മൾ നടന്ന് പെരുമ്പളം ദ്വീപിനോട് അടുത്തെത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പളത്താണ്. പെരുമ്പളത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. പെരുമ്പളം ദ്വീപിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി എത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സ്വാഗതം. എന്താണല്ലേ 5 കൊല്ലം പോയൊരു പോക്കെ. നമ്മളൊക്കെ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ ഫസ്റ്റ് പില്ലറൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു, ആദ്യ സാധനം ഇട്ടപ്പോഴേ നമ്മൾ വിചാരിച്ചില്ല പണിത് തീരുവന്ന്. ഇതിങ്ങനെയൊക്കെ മാക്കേക്കടവ് പാലം പോലെ ഇതിങ്ങനെ കിടക്കും എന്നുള്ള ഒരു സാധനം നടുക്കൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് സ്വപ്നം പോലെയൊക്കെയാണ് ഇത്ര പെട്ടെന്ന് പണി തീർന്നു. അതല്ലേ ഷിജാപ്പിയുടെയും അവരുടെ കാര്യം ലാസ്റ്റ് ബോട്ട് അത് ഇത് അവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ പെരുമ്പളത്ത് കിടക്കുന്നതുകൊണ്ട് അവർ നമ്മുടെ ഇപ്പോൾ ഒരു കമ്പനി അടിച്ചിരിക്കുമ്പോൾ കറക്റ്റ് ബോട്ടിൻ്റെ ടൈം പോകണം. അപ്പോൾ നമ്മുടെ ആ ഒരു സമയത്ത് നിന്ന് അവന്മാർക്ക് അത് ഒരു മിസ്സിംഗ് ആണത്. അവർക്ക് ആ ബോട്ടിൻ്റെ ടൈം ഒപ്പിച്ച് അവിടെ അപ്പുറത്തേക്ക് പോകണം. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അതായത് ഇവിടുത്തെ പെരുമ്പളത്തെ ആൾക്കാരുടെ ഒരു ഹോസ്പിറ്റൽ കേസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ തന്നെയല്ല, ഒരുപാട് ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു വണ്ടി അവര് വീടിന് മുറ്റത്ത് വരും. അതൊരു ആഗ്രഹം. സത്യം. അതൊക്കെയാണ് ഏറ്റവും വലിയ സ്വപ്നങ്ങള്. ചെങ്കാറും കാത്തു കിടന്ന് അവർക്ക് എപ്പോഴും അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല. പാലം പണിയുമ്പോഴുള്ള അവരുടെ ആ ഒരു കുറെ സ്വപ്നങ്ങളാണ് ഇവിടെ പൂർത്തിയാണത് അല്ലേ?
അതിലൊക്കെ നമ്മ തന്നെ വിചാരിച്ച അതല്ല ഞാൻ പറയാം ഫസ്റ്റ് ഇത് വരുമ്പോ നമ്മ വിചാരിച്ചറിയാം പകുതിക്ക് ഇത് നിന്ന് പോവും ഇത്രയും വലിയ പാലം എന്നുള്ള നമ്മള് ശരിക്കും ആ ഒരു ജീവിതത്തിന്റെ ഇടയിൽ ഇതിലേക്ക് ശ്രദ്ധിക്കാനുള്ള പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ പൂർത്തിയാക്കിയപ്പോഴാണ് നമ്മൾ പെയിന്റ് അടി വരാൻ കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചതിനെ വരുമോ ഇതിനെ മേടിക്കറി നോക്കാം. ഒരു ഭാഗ്യം എന്താല്ലേ ശരിക്കും പറഞ്ഞാൽ പെരുമ്പളക്കാർക്ക് ഇതൊരു ആലപ്പുഴയിൽ ഏറ്റവും വ്യൂ ഉള്ള പാലം കൂടി ഇതായി ഇത്രയും ഭംഗിയുള്ള ഒരു വ്യൂവും കൂടി നമുക്ക് കിട്ടിയത്. അല്ലടാ ശരിക്കും പെരുമ്പളംകാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജീവിതത്തിന്റെ ഒരു നേട്ടമാണിത്. അവർ ഒരുപാട് സ്വപ്നങ്ങൾ ഇതിലൂടെ തന്നെ അല്ലേ തീർച്ചയായിട്ടും ഭാഗ്യമാണത്. നമുക്കൊരു ഭാഗ്യമുണ്ട് നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്കൊരു അഭിമാനമാണ് ഈ സാധനം ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ. എല്ലാവർക്കും ഭയങ്കര താല്പര്യമല്ലേ എല്ലാരും കൊണ്ട് സായാഹ്നം ആഘോഷിക്കാനും ഒക്കെ പാലത്തിൽ വൈകിട്ട് ഇപ്പൊ നമുക്ക് വന്നിരിക്കാലോ വൈകിട്ട് ഫാമിലി ആയിട്ട് വരാം നടക്കാം. സാഗരം എന്തായാലും അടിപൊളിയായി സംഭവം കളറായി ഉദ്ഘാടനം കളറാവും സംഭവം അടിപൊളിയായി. അപ്പോൾ 7-ാം തീയതിയാണ് ഉദ്ഘാടനം. എല്ലാവരും വരണം, ഞാനും ഉണ്ടാവും. നമുക്ക് ഇനി ഉദ്ഘാടനത്തിന് കാണാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.